ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്നത് സ്നോ വൈറ്റിനെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് വരയ്ക്കാം. ഞാൻ ഇന്ന് പുതുതായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഡ്രോയിങ് മാത്രമല്ല ക്ലേ ആർട്ടും ക്രാഫ്റ്റുകളും ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്നോ വൈറ്റിന് നമ്മൾ ഹെയർ വരയ്ക്കുന്ന ആ സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ കഴുത്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്നോ വൈറ്റിൻ്റെ ഹെയറിൽ ഒരു പോർഷൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ ഹെയർ ബാൻഡ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡിന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഹെയർ ബാൻഡിൽ ഒരു ബോ വരയ്ക്കാം. ആ ബോ നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറത്തെ വശത്തുനിന്നും ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം നമുക്ക് സ്നോ വൈറ്റിൻ്റെ ഹെയർ ഇപ്പുറത്തു നിന്ന് വരച്ചു കൊടുക്കാം. ബോയുടെ മുകളിൽ നിന്ന് നമ്മൾക്ക് വീണ്ടും ഒരു ഹെയർ പോർഷൻ കൂടി വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്നോ വൈറ്റിൻ്റെ ഹെയർ ബാക്ക് വരച്ചു കൊടുക്കാം. പിന്നെ സ്നോ വൈറ്റിൻ്റെ കഴുത്ത് ഡ്രസ്സും കൂടി വരച്ചു കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഡ്രസ്സിൻ്റെ തുടക്കം വരച്ചു കൊടുക്കുകയാണ്. പിന്നെ സ്നോ വൈറ്റിൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒരു വൈറ്റ് കളർ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ കൈ വരച്ചു കൊടുക്കാം. സ്നോ വൈറ്റിൻ്റെ കൈ നമുക്ക് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സ്നോ വൈറ്റിൻ്റെ കൈയുടെ പഫിൻ്റെ അടിയിൽ നമുക്ക് ഒരു എലാസ്റ്റിക് പോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇപ്പുറത്തെ വശത്ത് സ്നോ വൈറ്റിൻ്റെ വൈറ്റ് കളർ വീണ്ടും വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പുറത്തെ വശത്ത് ഇതുപോലെ തന്നെ കൈ വരച്ചു കൊടുക്കാം. അതിനുശേഷം എലാസ്റ്റിക് വീണ്ടും വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ പോലെ ഒരു പഫ് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സ്നോ വൈറ്റിൻ്റെ ഡ്രസ്സിന് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു 2 ലൈൻസ് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ ബോയുടെ ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നുമായിട്ട് 2 ബോ ചെറുത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ കണ്ണ് വരയ്ക്കാം. ആദ്യം നമുക്ക് സ്നോ വൈറ്റിൻ്റെ പിരികം വരച്ചു കൊടുത്തു. ഇനി ശേഷം നമുക്കിനി കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പുറത്തെ വശത്തും അതേപോലെ തന്നെ പിരികം വരച്ചു. പിന്നെ നമുക്ക് മൂക്ക് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്നോ വൈറ്റിന് മൂക്കും വരച്ചു. ഇനി നമുക്ക് കണ്ണിൻ്റെ ഐബ്രോ വരച്ചു കൊടുക്കാം. ഇനി പിന്നെ നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണ് 2 വശത്തും ഒരേപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് കണ്ണിൽ വീണ്ടും ഒരു പിരികം 2 വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സ്നോ വൈറ്റിന് ചുണ്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്നോ വൈറ്റിൻ്റെ ചുണ്ട് നമ്മൾ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്നോ വൈറ്റിന് നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത് കൈയാണ്. അപ്പോൾ 2 വശത്തും സ്നോ വൈറ്റിന് കൈ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്നോ വൈറ്റിൻ്റെ കൈക്ക് ഒരു പഫിലുള്ള ഒരു റെഡ് കളർ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ മഴത്തുള്ളി പോലത്തെ ഇത് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പം 2 സൈഡിലും ഒരേപോലെ വരച്ചു കൊടുക്കുകയാണ് മഴത്തുള്ളി. ഇനി നമുക്ക് സ്നോ വൈറ്റിന് കളറിങ് ചെയ്യാം. ചുണ്ടിൽ റെഡ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഹെയർ ബാൻഡിലെ ബോയ്ക്കും നമുക്ക് റെഡ് കളർ തന്നെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. നല്ല ശ്രദ്ധിച്ച് അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഹെയറിലായാൽ സ്നോ വൈറ്റിനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് 2 വശത്തും നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ ഹെയർ ബാൻഡിന് ഫുള്ളും നമുക്ക് വേഗം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ കയ്യിൽ റെഡ് കളർ അടിച്ചു കൊടുക്കാം. മറ്റേ പഫിൽ നമുക്ക് ആ മഴത്തുള്ളി പോലത്തെ റെഡ് കളർ അടിച്ചു കൊടുക്കാം. അപ്പുറത്തെ വശത്തും ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത വശത്തും നമ്മൾ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് ഫില്ലല്ലാത്ത പോർഷൻസൊക്കെ നമുക്കൊന്ന് ഫില്ലാക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്നോ വൈറ്റിന് ഡ്രസ്സിനാണ് കളർ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഡാർക്ക് ബ്ലൂ കളറ് 2 വശത്തും അടിച്ചു കൊടുക്കണം. ഇപ്പുറത്തെ വശത്തും നന്നായിട്ട് അടിച്ചു കൊടുക്കണം. നമുക്ക് സ്നോ വൈറ്റിൻ്റെ കൈക്ക് ഒന്നും ആവാതെ മറ്റേ 2 ലൈൻസിൻ്റെ നടുക്ക് ഒന്നും ആവാതെ നല്ല വൃത്തിക്ക് നമുക്ക് സ്നോ വൈറ്റിനെ ഇത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്നോ വൈറ്റിൻ്റെ ഡ്രസ്സ് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ കയ്യിൽ നമുക്ക് അതുപോലെ തന്നെ വരച്ചു കൊടുക്കണം. ഇപ്പുറത്തെ വസ്തു അതേപോലെ തന്നെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സ്നോ വൈറ്റിൻ്റെ കയ്യിൽ സ്കിന്നിലും ഒന്നും ആവാതെ വരച്ചില്ലെങ്കിൽ ചീത്തയായി പോവുമല്ലോ. എന്നിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് നല്ല ശ്രദ്ധിച്ച് നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്നോ വൈറ്റിൻ്റെ അപ്പുറത്തെ വശത്തെ പോലെ തന്നെ ചെയ്യണം. അപ്പോൾ 2 വശത്തും ഇതേപോലെ തന്നെ ചെയ്യണം. റെഡ് കളറ് ഇതിലാവാതെ നല്ല ശ്രദ്ധിച്ച് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാവേ.
അപ്പോൾ നമ്മൾക്ക് സ്നോ വൈറ്റിൻ്റെ ആ ഒരു വശത്തേതും നമുക്ക് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ വശത്തും കളർ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് സ്നോ വൈറ്റിൻ്റെ അടുത്ത് ഇപ്പുറത്തെ വശത്ത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്നോ വൈറ്റിന് നമ്മൾക്ക് ഈ കളറ് നന്നായി അടിച്ചു കൊടുക്കാം. ഫില്ലല്ലാത്ത പോർഷൻസും അതിനിടയ്ക്ക് നമുക്ക് ഫില്ല് ചെയ്തും കൊടുക്കാവേ. അപ്പോൾ നമ്മൾ സ്നോ വൈറ്റ് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫില്ലല്ലാത്ത പോർഷൻസ് നമുക്കൊന്ന് ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നോ വൈറ്റിൻ്റെ ഡ്രസ്സ് ഫുള്ളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നോ വൈറ്റിൻ്റെ ഡ്രസ്സിൽ എലാസ്റ്റിക്കിൽ യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. നടുക്കും യെല്ലോ കളർ തന്നെയായിട്ട് അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഹെയറിൽ നമുക്ക് തുടക്കത്തിൽ നല്ല അറ്റത്തൊക്കെ നല്ല ഡാർക്കായിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കണേ. അപ്പോഴേ ഒരു ഇതുണ്ടാകത്തുള്ളൂ. പിന്നെ സെൻറ്റർ ആകുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ബ്ലാക്കിനെ വരച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് എല്ലാ വശത്തും ഇതേപോലെ തന്നെ ബോയുടെ അടിയിൽ നമുക്ക് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ബോയുടെ അടി നല്ല ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നത് നല്ല ലൈറ്റായിട്ട് ബോയുടെയൊക്കെ അടിയിൽ ചെയ്യുകയാണ്. നല്ല ബോയിലൊന്നും ആക്കാതെ നല്ല വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ സംഭവം ചീത്തയായിപ്പോവും. അപ്പോൾ നമ്മൾ സ്നോ വൈറ്റിൻ്റെ ഹെയർ ഫുള്ളും അപ്പോൾ അടിച്ചു കൊടുത്തു. ലൈറ്റായിട്ടും ഓരോ പോർഷൻസിലും ഡാർക്കായിട്ടും ലൈറ്റായിട്ടും നല്ല ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ സ്നോ വൈറ്റിനെ ഹെയറൊക്കെ ഇതായിപ്പോകും. അപ്പം നമ്മൾ സ്നോ വൈറ്റിനെ അതേപോലെ തന്നെ രണ്ട് വശത്തും കളർ ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ ഡോംസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള പെൻസിലിനൊന്നുമില്ല. കളർ പെൻസിൽ, ക്രയോൺസ്, സ്കെച്ചസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഡോംസ് എന്നേ ഉള്ളൂ. ഞാൻ വെറുതെ യൂസ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സും ക്രയോൺസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തതായിട്ട് ഇപ്പുറത്തെ വശത്ത് നമുക്ക് ഹെയറിൽ ഡാർക്കായിട്ടും ലൈറ്റായിട്ടും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇനി സ്നോ വൈറ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഹെയർ മാത്രമേ ഉള്ളൂ കളർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതും കളർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി. അപ്പോൾ നമ്മുടെ സ്നോ വൈറ്റിനെ അപ്പോൾ നമ്മൾ അത്രയും കളർ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇനി അവിടെ അതും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പർപ്പിൾ കളർ സ്നോ വൈറ്റിൻ്റെ വൈറ്റ് കളറിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഡോംസിൻ്റേതൊക്കെ ക്രയോൺസ് ഞാൻ